കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു രണ്ടാളും കിടന്ന് വർത്താനം പറയുന്നത് കണ്ടീന്. അപ്പോൾ ഒരു ചെങ്ങായി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ചാടി പോണ കണ്ടിട്ട് ഇവന് ഇവിടുന്ന് നീച്ച് പോയി. ഫാറ്റ് നീച്ച് ഓടി മണ്ടു. ഇവർ രണ്ടാളും കൂടെ പോയി നോക്കുമ്പോൾ പോയി പിടിക്കുമ്പോൾ അത് റിപ്പോർട്ടർ ആയിരിക്കും. ആ റിപ്പോർട്ടർ പറയും ഇവിടെ ആ ചെങ്ങായി MP ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് വന്നതാണ്, ഞാനൊരു റിപ്പോർട്ടറാന്നൊക്കെ പറയും. വേറൊരു ആ MP വേറൊരു വീഡിയോ ലീക്കായിട്ടുണ്ടാവും. ആ ലീക്കായ വീഡിയോ കാരണമാണ് ഇവരെല്ലാവരും ഈ ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഓനെ തേടി വന്നിട്ടുണ്ടാവുക. അതെന്താ വെച്ചാൽ പെണ്ണുങ്ങളെ കൂടെ എന്താ ഒരുമാതിരി നിൽക്കുന്ന ലൈക്ക് ആ ഒരു കള്ളസ്വാമിയാണല്ലോ, പക്ഷെ ബാക്കിയുള്ളവരുടെ സ്വാമിയാണല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ആ വീഡിയോ ലീക്കായി ഉണ്ടാവും. ആ ലീക്കായ വീഡിയോ കാരണമാണ് ഈ റിപ്പോർട്ടേഴ്സൊക്കെ ഇപ്പം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നിട്ടുണ്ടാവുക. ഇത് നമുക്ക് പോയി നോക്കുമ്പോൾ ഉണ്ടാവും പെണ്ണുങ്ങളെല്ലാവരും ലൈക്ക് കുറേ റിപ്പോർട്ടേഴ്സ് വരുന്നത് കാണും. മറ്റേ ചങ്ങായിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവൻ്റെ സിസ്റ്ററോട് ചോദിക്കുമ്പോഴാണ് സിസ്റ്റർ പറയുക ഈ ലീക്കായ വീഡിയോ കാരണമാണ് ഞങ്ങളിവിടെ വന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ. അപ്പോൾ അവിടുന്ന് സെക്യൂരിറ്റി ഭയങ്കര ആൾക്കാർ എല്ലാ ഗാർഡ്സും കയറ്റാണ്ടിരിക്കും. ഇവിടെ ഇൻ്റർവ്യൂ ഒന്നും തരുമൊന്നുമില്ല, ഇവിടെ ഇല്ല, അങ്ങനെന്നൊക്കെ പറഞ്ഞ് പോക്കും. പോലീസുകാരും കൂടി അവർക്ക് ലൈക്ക് ആളങ്ങനെ കുറേ ആൾക്കാർ റിപ്പോർട്ടേഴ്സിനെ തന്നെ പിടിച്ചിക്കണല്ലോ. പോലീസുകാരും കൂടി പിടിച്ചിക്കും. അപ്പോൾ നിങ്ങളെന്തിനാ ഇവിടെ ഇങ്ങനെ പിടിച്ചിക്കുന്നത്, നിങ്ങളെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് ഓരോന്നൊക്കെ പറയുമ്പോൾ ഓരോ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റേ ചെങ്ങായില്ലേ ആ ഒരു മെയിനായിട്ടുള്ള ആ പത്രത്തിൻ്റെ ആ ഒരു ഹെഡ് ആ ടേണാന്ന് തോന്നുന്നുണ്ട്. ടേൺ വന്നിട്ട് വന്ന് പറയും നിങ്ങൾ വെറുതെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പം ഈ എങ്ങേരേക്കില്ല അടുത്ത വിക്ടിം വെച്ചിട്ട് കറക്റ്റ് പോലീസ് വെക്കും. എനിക്ക് തോന്നുന്നത് ഇനി ഇവനാണോ കില്ലർ, എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം അവൻ്റെ ആ നടത്തും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ തോന്നിപ്പോകും. ആ MP ഇത് അറിഞ്ഞിട്ട് മൊത്തം തപ്പും പണ്ട അവിടെ ചെറിയൊരു ക്യാമറ കാണും. അപ്പോൾ പോയി നോക്കുമ്പോൾ ഇത് മൊത്തം ലൈവിൽ പോവുക. ഇതെങ്ങനെ ഞങ്ങൾ ഈ ലൈവിൽ പോകാൻ കാരണം ക്യാമറ ഇങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ പറയുമ്പോൾ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ നല്ലത്തുണ്ടാക്കും. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറയും നിങ്ങളിപ്പോൾ ആവും നോക്കി നിങ്ങൾ വേഗം പോയി രക്ഷപ്പെടുന്നത്, അതാണ് ഇപ്പോൾ വേണ്ടതെന്ന് പറയും. പുറത്താണ് കാട്ടത്തല്ല്. അതിൻ്റെ ഇടയിൽ കൂടാണ് നമ്മുടെ ഈ ചെങ്ങായി പോണ പോലെ സെറ്റപ്പ് എടുത്തിട്ട് ലൈക്ക് കാറിൽ ഇറങ്ങി പോണ പോലെയുള്ള സെറ്റപ്പ് നടത്തും ഈ റൗഡി ഗ്യാങ്. അപ്പോൾ എല്ലാ സ്റ്റാഫും ലൈക്ക് റിപ്പോർട്ടേഴ്സും മണ്ടി അതിൻ്റെ വയ്യാലെ മണ്ടുണ്ടാവും. കായ് ഇങ്ങനെ നോക്കി നിൽക്കും, എല്ലാം ഇങ്ങനെ നിരീക്ഷിക്കും. ആ സമയത്തുണ്ട് ഒരു ചങ്ങായി ഇങ്ങനെ മുണ്ട് പറിച്ചിട്ട് അപ്പുറത്തൂടെ പോകണ കാണാം. അപ്പോൾ കായെ കണ്ട് കായ്ക്ക് മനസ്സിലാവും അത് മറ്റേ നമ്മളെ MP ആണ്. MP ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ലൈക്ക് ഡൗട്ട് തോന്നിയിട്ട് അങ്ങനെ അയ്യറെ പോയേക്കും. അങ്ങനെ പയ്യെ പോകുമ്പോൾ ഉണ്ടാവും ആളും പോകാൻ വണ്ടിയൊന്നും ഇല്ലാതെ അടുത്ത് കൂടെയൊക്കെയും പോകണുണ്ടാവുക. അപ്പം ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ പയ്യെ പോയേക്കും. അപ്പം ആ ചങ്ങായിൻ്റെ കൂടെ അങ്ങനെ കൂടെ കൂട്ടി കൊണ്ടുപോകണ ആളില്ല, അവരുടെ കൂടെ അങ്ങനെ പോകുമ്പോൾ ആ ചങ്ങായിനോട് പറയും എന്താ പയ്യെ വരണേ. ആ ചങ്ങായി MP പറയേക്കും എന്താ പയ്യെ വരണേ, വേഗം വാ എന്നൊക്കെ പറയുമ്പോൾ ആ തിരിഞ്ഞങ്ങോട്ട് നോക്കുമ്പോഴേക്കും മറ്റേ കറക്റ്റ് ഷോക്ക് അടിക്കുന്ന സാധനമില്ലേ, ആ സാധനം വെച്ചിട്ട് അതിനെ മയക്കിയിട്ട് ഡിക്കിയിലൊക്കെ ഉണ്ടാവും. അത് നമ്മളെ കായ് കാണും. കായ് ചരൽ വെക്കുകയും ഒരുമിച്ചേക്കും. കായ്ക്ക് മരിക്കും കഴിഞ്ഞാൽ പിന്തുടർന്ന് പോകാൻ കഴിയുമോ. കായ് അങ്ങനെ നോക്കി നിൽക്കുന്നേക്കും കാണിക്കാം. കായ് എല്ലാം കണ്ടിട്ടുണ്ടാവും. ആ മറ്റേ എല്ലാം അതിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കായ് അവിടെ കയ്യും കൊണ്ട് വെച്ച് കുത്തിരിക്കുമ്പോൾ ഉണ്ടാവും എനിക്ക് എന്താ പറ്റിയെന്തോ എനിക്ക് ഓനങ്ങനെ കടത്തി ഇങ്ങനെയാണ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. പാറ്റ് പോയിട്ട് ആ പെങ്ങളെ കൊണ്ടുപോയി എന്ത് ഇങ്ങനെ കാരണം ഞമ്മക്ക് ഇവിടെ കില്ലറിനെ പിടിക്കാനും കഴിഞ്ഞില്ല, പ്രശ്നമായില്ലേ, നിങ്ങൾക്ക് ഇടങ്ങാറാന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കി കേൾക്കും. അപ്പോൾ പറയൂ ഞാൻ നല്ല തന്നെ ചെയ്യുന്നത്, എന്തായാലും ആ കില്ലർ ചീത്തോരല്ലേ പിടിക്കല്, എനിക്ക് തെറ്റും തോന്നിയില്ല, എനിക്ക് നമ്മളച്ഛനെ പോലെ അച്ഛൻ അങ്ങനെ ഒരു കറപ്റ്റഡ് ആയിരുന്നല്ലോ, അപ്പം അങ്ങനെ ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂല, എനിക്ക് അങ്ങനെ ആവാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കും. ഒന്നാമത് എനിക്ക് അവൻ അട്ടാണോ ഒന്നുമില്ല അങ്ങനെ ലൈക്ക് ഒരു കുശുമ്പുണ്ട് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കൂലേ, അങ്ങനെ ഒരസലാണ്. ആ തല ഉണ്ടാക്കിയ പെണ്ണ് ആളെ തിരിഞ്ഞ് വന്നപ്പോൾ ഈ നല്ല എന്നാ ചൂസ് ചെയ്ത്, ഞാൻ നല്ലൊരു പാതയിലേക്കാണ് നീ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ആ പെണ്ണെന്ത് ഒരസ് വെച്ച ഒരു ഒരസല് ചാമ്പലാണ് കട്ടപ്പ. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഓനിൽ ഡൗട്ട്. ഇത്രയും ശത്രു എന്തുകൊണ്ട് ഇങ്ങനെ, അല്ല എന്തെങ്കിലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് കേസിൽ ഇവനെന്തോ ബന്ധം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഡൗട്ടാണ്, ഇല്ലെങ്കിൽ ആ കില്ലറിൽ എന്തോ ബന്ധം ഇവനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ കില്ലർ ഇവനായിരിക്കണം. ഇവൻ്റെ ആ കണ്ണും മുഖവും കാണാൻ ലുക്കുണ്ടെന്നേ ഉള്ളൂ, കണ്ടാൽ തന്നെ പറയാം ഇവനാണോ അല്ലേ എന്നൊരു ഡൗട്ട് എനിക്ക്. സംശയം മാത്രമാണ്, സംശയിക്കാമല്ലോ. അതുമല്ല കായ് ഇൻസ്പെക്ടറുടെ കൂടെ ഉള്ളത് ലൈക്ക് ആ ഫാറ്റിൻ്റെ കൂടെ ഉള്ളത് ചങ്ങായിക്ക് മനസ്സിലാവുകയും ചെയ്തിക്ക്. ലൈക്ക് ഒരു ഡൗട്ട് പോലെ തോന്നിക്കും. ഇവർ ബുദ്ധി കുറച്ചും കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ആളെന്ന് പിന്നെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് നോക്കുമ്പോൾ കായ് ഒറ്റയ്ക്ക് പോയിക്കും. അപ്പോൾ കായിനോട് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരാൻ അറിയുമ്പോൾ വേണ്ട, നിങ്ങളെന്തായാലും പെങ്ങളെ കൊണ്ടുപോയിക്കോ, പെങ്ങളോട് വർത്താനം പറഞ്ഞ് സോൾവ് ആക്കുക, പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം പറയും.
അപ്പോൾ കൈ പറയും ഫാറ്റ് പറയും അതൊന്നും കുഴപ്പമില്ല, അപ്പോൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, സോൾവ് ആവാൻ നിൽക്കുന്നില്ല, എന്നാലും എന്നെ കൊണ്ടാക്കി തരാമെന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ കയറും. അങ്ങനെ അന്ന് ആ ഷോർട്ട് വഴി ഇല്ലേ, ആ ഷോർട്ട് വഴിയിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നിൽക്കും. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടാവും ഓൻ ആ പൂച്ചക്ക് എന്ന് കൊടുത്തപ്പോൾ തന്നെ കൊടുക്കേക്കും. അപ്പോൾ ഓൻ ഇറങ്ങി പോയിട്ട് ചോദിക്കും, എനിക്ക് ഈ പൂച്ചനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വളർത്തിക്കൂടെ, അതെല്ലാം നല്ലത് വയ്ക്കുമ്പോൾ ഞാൻ ഇപ്പം ഇനി ചത്തുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആരവനെ നോക്കുക, അവൻ ഒറ്റക്കാവില്ല, അല്ലെങ്കിൽ ഇവരെ ഒറ്റക്കാവില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിക്കോളും, എനിക്കാരില്ലല്ലോ എന്ന രീതിയിൽ പറയും. നോക്കും ഞാനിങ്ങനെ അപ്പോൾ ആലോചിക്കുന്നു, രണ്ടാളും കൂടി ഫാറ്റും ആ വെള്ള പൂച്ചനെ എടുക്കുകയും മറ്റേ പൂച്ചക്കുട്ടിനെ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകും. കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് റൊമാൻറ്റിക് വേയിൽ നോക്കുമെങ്കിലും അങ്ങോട്ട് ചില ലൈക്ക് എനിക്ക് ഫാറ്റിൻ്റെ നോട്ടം കാണുമ്പോൾ ഒക്കെ ഫാറ്റ് ഓൾറെഡി ഫ്ലാറ്റാണ്. കായിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുള്ളൂ. ഇങ്ങനെ പെട്ടെന്നൊന്നും പ്രണയം റിയലൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല. എന്ത് പ്രണയം തന്നെ ഉണ്ടോ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കുറേ എപ്പിസോഡ്, ഇത്ര എപ്പിസോഡ് കുറേ, ഞാൻ ഇതുവരെ 6 എപ്പിസോഡ് കണ്ടിരിക്കണം. ആ എപ്പിസോഡിൽ പോലും ലൈക്ക് ആ ഒരു റൊമാൻറ്റിക് വേ ഞാൻ കാണുന്നതേ ഇല്ല. പോട്ടെ. അതിനുശേഷം ചെക്കനാണെങ്കിൽ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കും, നിങ്ങൾ അനിയത്തിനോട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കരുത് കേട്ടോ, പാവാണ്, ഒരാളല്ല, നിങ്ങൾക്ക് അനിയത്തിയെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ സിമ്പത്തിക്കൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോൾവ് ആക്കിയിലേക്ക് സൂപ്പിച്ചെടുക്കുമ്പോൾ ഒക്കെ അപ്പോൾ ഈ കുറേ വർത്തമാനം പറയുന്നതൊക്കെ പറയുമ്പോൾ അറിയില്ല ഞാനിപ്പോൾ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ വർത്തമാനം പറയുന്ന രസമാണ്. അപ്പോൾ ഈ വൈക്കൊക്കെ റൊമാൻറ്റിക്കൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവന് ഫുഡും കൊണ്ടുവന്ന് അനിയത്തിൻ്റെ റൂമിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുമ്പോൾ അനിയത്തിനെ വിളിക്കും, പക്ഷേ അനിയത്തി വാലോർക്കുമല്ലോ, അവനെന്ത് അനിയത്തി പറഞ്ഞേ കേൾക്കും, അങ്ങനെ ഓർക്കും എന്നുവെച്ചാൽ അച്ഛൻ കാരണമാണ് നമ്മളിതിങ്ങനെ ആയി, ഇങ്ങനെ ആയി, എൻ്റെ ഇങ്ങനെ ആക്കാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വർത്താനം ഉണ്ടല്ലോ, ആ വർത്താനം ഇങ്ങനെ ഓർമ്മ വന്നിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഓൻ റൂമിലേക്ക് പോകും. അങ്ങനെ ആലോചിക്കട്ടോ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയാലോ എന്നിട്ട് പിറ്റേന്ന് ഒരു ഓഫീസിലേക്ക് തിരിച്ചു വരും. അവിടെയാണ് പോലീസ് ഇൻസ്പെക്ടർ കണ്ടെത്തിയിട്ടുണ്ടാവും എന്താ, ഇൻസ്പെക്ടർ അല്ല ഓരോ കൂടെയുള്ള കൊളീഗല്ലോ കണ്ടെത്തിയിട്ടുണ്ടാവും എന്താ, ഈ കൂടെ പോയില്ലേ ലൈക്ക് ഒളിച്ചു പോകാത്ത കൊണ്ടുപോയില്ലേ ആ ചങ്ങായി, അതിന് കില്ലർ ഓരോ കൂട്ടത്തിലുള്ള ആളല്ല, വേറെ കയറി വന്ന ലൈക്ക് ഇടയിൽ കൂടെ വന്ന എന്തോ ഒരു കയറിപ്പോയ പറ്റി ഉണ്ടാക്കി പ്രശ്നം, ലൈക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയതാന്നൊക്കെ മനസ്സിലാക്കും. അതിനുശേഷം എന്താ, അപ്പോൾ കായ് പറയും ഞാൻ എന്തായാലും ആ സീൻ ഞാൻ കണ്ടിരിക്കണം, കില്ലർ ഏടാന്നുള്ള എനിക്ക് ചെറിയൊരു ഇതുണ്ട്, എനിക്കൊരു പേനും പേപ്പറും തന്നാൽ മതി, ഞാനത് വേണമെങ്കിൽ വരച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓനത് വരയ്ക്കും. കൈയാണെങ്കിൽ വരയ്ക്കുമ്പോൾ ആദ്യം ഒരു ലൈക്ക് ഒരു വണ്ടി വരയ്ക്കും, ആ ട്രക്ക് ഇതില്ലേ, ആ വണ്ടി വരയ്ക്കുമ്പോൾ ഓൻ പറയും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ കണ്ടെത്തി പറയുമ്പോൾ ഓൻ ആ ചെറിയ ആ വണ്ടിക്ക് ഡീറ്റെയിൽ ചെയ്യും, ആ വണ്ടിൻ്റെ ഇടയിൽ ഒടിഞ്ഞതും പിന്നെ ഓൻ്റെ കയ്യിലുള്ള ടാറ്റു അതൊക്കെ നോട്ട് ചെയ്യുമ്പോൾ അത് മതി, നമുക്ക് എന്തെങ്കിലും കണ്ടെത്താൻ സുഖമാണ്, നമുക്ക് എന്തെങ്കിലും കണ്ടെത്താന്ന് പറഞ്ഞിട്ട് നോക്കും. ഫാറ്റാണെങ്കിൽ എല്ലാവരോടും ഈ ടാറ്റു ഇതൊക്കെ ഉള്ള എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡിൽ ഏതെങ്കിലും ആളുണ്ടോ എന്നൊക്കെ തപ്പി നോക്കാൻ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് പറയും. കഴിഞ്ഞ പറയും എനിക്ക് എന്തായാലും ആ 18 ചാപ്റ്ററിൻ്റെ അവസാനം എന്താണെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും വേഗം കണ്ടെത്തി തരാം, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കും. അങ്ങനെ കണ്ടെത്തി തപ്പി കണ്ടെത്തി ചെക്കനെ കണ്ടെത്തി. അതുപോലെ തന്നെ ന്യൂസിലേക്ക് ആരാണെന്നുള്ള രീതിയിൽ ന്യൂസ് റിപ്പോർട്ട് വരും. ഇവർ ചോദിക്കും ഇത്ര പെട്ടെന്ന് ന്യൂസ് റിപ്പോർട്ട് കിട്ടിയെന്നൊക്കെ പറയും. കായ് അവിടെ കുത്തനെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോണ്ടാവും കായിനോട് പറയുന്നത് നല്ലോണം നോക്കി നോക്കുക, നമ്മൾ മനസ്സിലാവില്ല, ഒരു ക്ലിച്ച് ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെയൊക്കെയോ അവസാനത്തെ സീൻ ഉണ്ടാവുക. ഓനങ്ങനെ തപ്പിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താണെന്നുള്ള രീതിയിൽ കായ്ക്ക് ഫാറ്റിനും കൊളീഗ് ഇല്ലേ ആ ഓഫീസർ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും, അവനെ കിട്ടിയെന്ന് മനസ്സിലാക്കി എന്നുള്ളത് കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, അപ്പോൾ ഫാറ്റ് പറയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ നോക്കുക, എല്ലായിടത്തും അയച്ചു കൊടുക്കുന്നതിലേക്ക് എല്ലാം വേഗം കണ്ടെത്താൻ നോക്കുമെന്ന് പറയും. അപ്പോൾ കായിനോട് പറയുകയും ചെയ്യും എനിക്ക് 15ാമത്തെ വേഗം ഒന്ന് കണ്ടെത്താൻ നോക്ക്, അതെന്നാൽ ആവശ്യമുണ്ടെന്നൊക്കെ രീതിയിൽ പറയും. ഫാറ്റും കായ് പുറത്തെങ്ങാനും നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഒരു വീഡിയോൻ്റെ താഴത്തോ ന്യൂസിൻ്റെ താഴത്ത് ഇങ്ങനെ വരില്ലേ, ഈ പോലീസുകാരൊക്കെ എന്താ പിടിക്കാത്ത, പോലീസുകാരെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഫുൾ മെസ്സേജ് വരികയായിരിക്കും. അപ്പോൾ കണ്ടിട്ട് ഫാറ്റിന് ഒരുമാതിരിയായിട്ട് പറയും ഞാൻ എന്തിനു കൊണ്ട് എടുക്കുക, എല്ലാവരും ഇങ്ങനെ തന്നെ അല്ലേ പറയുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നിങ്ങളെ പെങ്ങൾ ഇതിനെക്കാട്ടും നല്ലതാണ്, നിങ്ങൾ ഓള പണി എന്താണ്, എത്രയും വൃത്തിക്ക് ചെയ്യും, അങ്ങനെ ആവണം, ആരായാലും കൊലപാതക തന്നെയാണ്, അത്രയും പ്രശ്നമാണ്, നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ, നിങ്ങൾ കണ്ടെത്തന്നെ ചെയ്യണോ. അപ്പോൾ ഞാൻ അപ്പോൾ എന്താ നോക്കണം എന്നുള്ള ഇതിൽ പറയും. അപ്പോൾ എൻ്റെ ഫാറ്റിന് മെസ്സേജ് വരും എന്താ, സിസ്റ്റർ ഇങ്ങനെ പറയും
ഗുഡ് മോർണിംഗ് നല്ലോണം ചെയ്യട്ടോ എന്ന് കില്ലറിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന മെസ്സേജുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയും താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കായ്ക്ക് എനിക്ക് നല്ലൊരു സിസ്റ്ററും ഉണ്ട്, നല്ലൊരു പാർട്ട്ണറുണ്ട് പറഞ്ഞ് കൈയെടുക്കും. അപ്പോൾ അവിടെ സസ്പെക്റ്റ് പറയും ഇൻസ്പെക്ടർ ഓഫീസർ വിളിച്ചാലും നമുക്ക് സസ്പെക്റ്റിൻ്റെ സ്പേസ് കിട്ടിക്കും, നമുക്ക് പറഞ്ഞു സ്ഥലം ഇടാന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കണം, കിമ്മിനെ കിട്ടിക്കെന്ന് പറയും. അങ്ങനെ പോയി നോക്കുമ്പോൾ ഉണ്ടാവും ആ വാനും ആ ഒരു നിക്രോസിൻ്റെ ആ ബുക്കിൻ്റെ കുറച്ച് കാര്യങ്ങളില്ലേ, ആ ആനിമീൻ്റെ ഒരു ഫോട്ടോസും കറക്റ്റ് ഒരു കട്ട ഫാൻ ഉണ്ടാവില്ലേ, നിക്രോസിൻ്റെ കട്ട ഫാന് എങ്ങനെ ഉണ്ടാവും, ഒക്കെ എല്ലാ തരം എവിഡൻസും അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കാണും, അതിൽ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൻ്റെ ബുക്കിൽ ഒരു ബുക്ക് ഉണ്ടാവും, അത് കണ്ടിട്ട് നോക്കുമ്പോൾ ഉണ്ടാവും ഈ മെമ്മറീസ് ഓഫ് ഇവിൾ എന്ന് പറയാം. ഓരോ മെമ്മറീസിൽ ഓൻ ചെയ്ത മർഡറിൻ്റെ ഒക്കെ ഫോട്ടോസും നിക്രോസിൻ്റെ എങ്ങനെയാണോ നിക്രോസിൻ്റെ കോപ്പിയും ഓൻ ചെയ്ത ഫോട്ടോസും ഓനത് ഒട്ടിച്ച് വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാവും. അങ്ങനെ നോക്കിയേക്കും കായും ഫാറ്റും. 4ാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലൂ അവിടെ ഉണ്ടാവും. ആ ക്ലൂ കണ്ടിട്ട് ഓനൊന്നും മനസ്സിലായി, ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെയും കാണിക്കാം. പിന്നെ വാണ്ടഡ് ലിസ്റ്റിലൊക്കെ അവൻ്റെ ചെങ്ങായിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പബ്ലിഷ് ചെയ്യും. കായാണെങ്കിൽ അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ക്ലൂ ഒരു മനസ്സിലാകുന്നില്ല എന്താണ്, ഓൻ തന്നെ വരച്ചതാണെങ്കിൽ പോലും കുറേ കൊല്ലങ്ങളായല്ലോ. അപ്പം അതിൻ്റെ ഇതിലിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെക്കൻ ആലോചിച്ച് നോക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റേടത്ത് നമ്മളെ MP പിടിച്ചുകൊണ്ടുപോയില്ലേ കില്ലറാണെങ്കിൽ ഓനെ വലിച്ചു വെച്ചുകൊണ്ടുപോകുമ്പോൾ അങ്ങനെ പറയും, പിന്നെ വിട്, ഞാൻ പാവം, ക്ഷമിക്ക്, എനിക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാലും കൈയൊക്കെ പിടിക്കുമ്പോഴോ ഓന് പാഞ്ഞു പോകുമ്പോൾ ഓനെ ചുറ്റിയെ എടുത്തിട്ട് ഒറ്റ അടിയായിരിക്കും. അതിന് ശേഷം മറ്റേ ഓഫീസ് റൂം തന്നെ കാണിക്കുക. ഓഫീസ് റൂമിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ക്ലൂ വെച്ച് നോക്കിയെങ്കിലും അവിടുത്തെ സബോർഡിനേറ്റ്സൊക്കെ ഇങ്ങനെ പറയും, എന്തായാലും പോട്ടെ, കില്ലറാണ്, കില്ലോനെ കൊല്ലാൻ ചാവണ്ട, എന്നോട് സ്വഭാവം അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഫറ്റൊന്ന് പറയും, അങ്ങനെയല്ല, നമ്മൾ പോലീസാണ്, നമ്മളങ്ങനെ പറയാനേ പാടില്ല, നമ്മൾ ഒരാളെ രക്ഷിക്കാനാണ് നോക്കേണ്ടി, അപ്പോൾ ആരായാലും ഒരു കില്ലർ കൊലപാതകം നടക്കാനാണ് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കും. അതിന് ശേഷം കായ് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലം കിട്ടും. അപ്പോൾ കായ് പറയും, എനിക്ക് എല്ലാത്തിൻ്റെ എവിഡൻസിൻ്റെ ഫോട്ടോസ് വേണം പറയും. ആദ്യം ഉണ്ടായ കൊലപാതകം എല്ലാത്തിൻ്റെയൊക്കെ ഒരു ഫോട്ടോസ് ഇല്ല, അതൊന്നും എനിക്ക് കാണിച്ചു ചോദിക്കും. അങ്ങനെ കാണിച്ചു തന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ആ ബുക്കൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയും, എനിക്ക് തോന്നി ഈ ബുക്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓരോ ഇപ്പോൾ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു സ്ഥലത്ത് ഫസ്റ്റ് ആദ്യം ഇപ്പോൾ 3ാമത്തെ വിക്ടിമിനെ കൊന്നത് ഇവിടെ നിന്നാണല്ലോ, ഒരു വെയർ ഹൗസ് എന്നാണല്ലോ. ആ വെയർ ഹൗസിൽ വെച്ചിട്ട് ആ ചങ്ങായി വേറെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ആർന്ന് കൊല്ലുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാരണമുണ്ട് ഇവിടെ മരിക്കുന്നതിനുള്ളിൽ. അപ്പോൾ ഈ ചങ്ങായിനെയും കൊല്ലാൻ പോകുന്നത് അങ്ങനെ ഒരു കാരണമുള്ള സ്ഥലത്താണ്, അതായതാണ് നമ്മൾ കണ്ടെത്തണം. എനിക്കങ്ങനെ തോന്നുന്നത്, എനിക്ക് എന്താ തോന്നുന്നത് ചോദിക്കും. അപ്പോൾ പറയും, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് മർഡർ നടന്നത് ഒരു വെയർ ഹൗസിലാണല്ലോ. അപ്പോൾ ആ ഒരു വെയർ ഹൗസിൽ പണിയെടുത്തിരുന്ന പിന്നെ ആൾക്കാർക്ക് ജോലി വരെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. 2ാമത്തെ നടന്നിങ്ങനെ ഇവിടെ ഒരു പാടത്ത്. ആ പാടത്ത് അങ്ങനെ ഒരു ഭൂമിയിൽ ചങ്ങായി വേറൊരു തട്ടിയെടുത്തിട്ട് വേറൊരു വലിയൊരു ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് മറച്ച് വിറ്റിനു, അങ്ങനെ ഒരു ഇത്. 3ാമത് വെയർ ഹൗസിലാണ്. ആ ചങ്ങായി ഡ്രഗ് പുഴുത്തി വെച്ചിട്ട് അതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിനു. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ഇപ്പോൾ അതുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പം കൊണ്ടുപോയ ആളാണെങ്കിൽ മറ്റേ ഇവനാണല്ലോ, കള്ളസ്വാമിയാണല്ലോ. അപ്പോൾ സ്വാമി ഓനേടാ തെറ്റ് ചെയ്ത് അവിടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, എനിക്ക് അതന്നെയാണ് തോന്നുന്നത്. അപ്പം ഫാറ്റും പറയും, എനിക്ക് എന്നെ വിശ്വാസമാണ്, അവിടെ തന്നെ ആയിരിക്കും എന്നെ വിശ്വസിക്കട്ടെ. അപ്പം കായും എന്തെന്നെ വിശ്വസിക്കുന്ന അറിയില്ല, കുഴപ്പമില്ലാണ്ട് എല്ലാവരും കൂടി പോലീസ് ഓഫീസേഴ്സും എല്ലാവരും കൂടി അവിടെ പോയി വെക്കുമ്പോണ്ട് ഒരാട്ട് നടക്കുകയും ബാക്കിൽ നിന്ന് ബോഡി താഴോട്ട് വീണ് കാണും. അപ്പോൾ ഇവരിങ്ങനെ നോക്കും, ഇവിടെ ആരെങ്കിലും എന്തായാലും ഇപ്പം തന്നെ ഇട്ട് പോകണമെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ. കുറേ സ്വാമിമാരെ എല്ലാം ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ സ്വാമിമാരെ കണ്ടിട്ട് കൈക്ക് എന്തോ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ കൈ കൂടെ നോക്കുമ്പോൾ ടാറ്റു ആ നടത്തും കൂടെ കാണുമ്പോൾ ഒരു ഡൗട്ട് ഇങ്ങനെ വയ്യാതെ പോകും. ഇങ്ങനെ കാണുമ്പോൾ ഒരു ചിരിയൊക്കെ അങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവും കായ് ഇങ്ങനെ പോയ കണ്ടപ്പോൾ ഫാറ്റുമായിട്ട് വയ്യാതെ ഓടി ചെല്ലും. ഓനൊന്ന് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓനെ കായിനൊന്നും കാട്ടിയില്ല. ഫാറ്റ് മുന്നോട്ട് വന്നപ്പോഴേക്കും ഓനെ കത്തിയെടുത്ത് കുത്ത്. ആ കുത്തിയിട്ട് പായാനേക്ക് ചിലപ്പോൾ ആ ഒരു ചങ്ങായി ഭ്രാന്ത് ചിരിയൊക്കെ ആ വിചാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവും ഓൻ ഉള്ളിലേക്ക് ഇയാളും. ഈ കായിനെ കുത്താറ്റ വന്ന് ഫാറ്റ് വന്ന് തടഞ്ഞ പോലെ ആയിപ്പോയി. അങ്ങനെ കുത്തി ഉള്ളോട് കയറ്റുമ്പോൾ ഇവനെ പിടിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പോലീസുകാരെ വന്ന് പിടിക്കും. എന്നിട്ട്
കായാണെങ്കിൽ നല്ല കരച്ചിലും. അതല്ല കുത്തി കഴിഞ്ഞിട്ട് ചെങ്ങായും കഴിയുന്നില്ല, ചെങ്ങായും ചിരിക്കുന്നു മറ്റൊരുതും ചിരിക്കുന്നു. അതൊരു മാസം ചിരിയും കിട്ടും. ഒരു സൈക്കോപാതിക് സീൻ. അങ്ങനെയാണെങ്കിൽ എപ്പിസോഡ് കഴിയുന്നത്. ഇനി അടുത്ത ഒരു എൻഡ് ക്രെഡിറ്റ്സ് പോലെ ഒരു സീനുണ്ട്. അതിലന്ന് അയാളെ വയ്യാലെ പോയപ്പോൾ കായ് വീണില്ലേ, കായ് നോക്കുമ്പോൾ കായിൻ്റെ ഇതുകൊണ്ട് എന്ത് നല്ല വേദന ഉണ്ടോ ചോദിക്കും. അപ്പോൾ പറയും കുഴപ്പമില്ല. പറയും ഈ ഇങ്ങനെ ഇറങ്ങി ഓടുകയൊന്നും ചെയ്യരുത്, കൊലപാതകം കൊണ്ട് വയ്യാതെ ഓടുന്നു വേണ്ട, ഈ എന്താണോ നോവലിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ മതി, അല്ലാണ്ട് വ്യൂറൊന്നും വയ്യാലെ പോയിട്ട് അടിപിടിയൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ് ഏട്ടായി ആവാറുന്നു നമ്മുടെ ഫാറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ.